വോയിസ് ഓഫ് ഗുരുവിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ ഉഷാ വിജയരാഘവൻ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീത പ്രണാമം. ലോകം സ്നേഹരാഹിത്യത്താൽ വലയുകയാണ് ഇന്ന്. ആർക്കും തമ്മിൽ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ആരും സുരക്ഷിതരും അല്ല. എന്താണ് ഈ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മനുഷ്യൻ മനസ്സുണർന്ന കാലം മുതൽ ദൈവത്തെ തേടുകയാണ്. അവൻ ദൈവത്തിന്റെ പ്രത്യക്ഷ സാന്നിധ്യം ആഗ്രഹിക്കുമ്പോൾ ദൈവവും ചരാചരങ്ങളും തിരികെ മനുഷ്യനോട് ഒരേ ഒരു കാര്യം മാത്രമാണ് അർത്ഥിക്കുന്നത്: അല്പം അനുകമ്പ കാട്ടണേ എന്ന്. മനുഷ്യൻ അനുകമ്പയുള്ളവനായാൽ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ തകരാതെയിരിക്കും. എല്ലാ ജീവികൾക്കും അവരുടെ ജന്മം പൂർത്തിയാക്കി ഇവിടം വിടാം. ആ തിരിച്ചറിവ് മനുഷ്യന് ഉണ്ടാകാൻ അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരി മന്ത്രം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ സന്തോഷം. തുടർന്നും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി ഇന്നത്തെ വായനയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ 2019 ഒക്ടോബർ ലക്കം എഡിറ്റോറിയൽ, സത്ചിന്ത എന്നിവയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം എഡിറ്റോറിയൽ നോക്കാം. അരുളുള്ളവനാണ് ജീവി. ശ്രീനാരായണ ഗുരുവിന്റെ ദർശന മാഹാത്മ്യത്തെക്കുറിച്ച് ആർക്കും സംശയമില്ല. ഗുരുവിന്റെ നവോത്ഥാന നിലപാടുകളെക്കുറിച്ചും ചരിത്രത്തിൽ നടത്തിയ ഇടപെടലുകളെക്കുറിച്ചും വാദോരോധെ സംസാരിക്കാൻ ശരാശരി മലയാളിക്ക് സാധിക്കും. അപ്പോൾ പണ്ഡിതരുടെ കാര്യം പറയുകയേ വേണ്ടല്ലോ. അടുത്ത ദിവസങ്ങളിൽ ഗുരുജയന്തിയും മഹാസമാധിയും കടന്നു വന്നിരുന്നു. ആ സമയം നിങ്ങൾ എല്ലാവരും തന്നെ ഗുരുവിനെക്കുറിച്ച് അറിയപ്പെടുന്നതും അല്ലാത്തതുമായി പ്രസംഗകർ നല്ലത് പറയുന്നത് കേട്ടിട്ടുണ്ടാവണം. വർഷത്തിൽ 2 ദിവസങ്ങൾ അങ്ങനെ ഗുരുവിനെക്കുറിച്ച് എല്ലാവർക്കും പറയാവുന്ന വിധം മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ ഗുരുവിന്റെ നവോത്ഥാന സന്ദേശങ്ങൾ ഏത് ദർശനത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ ഇക്കൂട്ടരിൽ ഭൂരിഭാഗം പേരും കൈമലർത്തും. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം എന്തുകൊണ്ട് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ കൈമലർത്തലിൽ ഉണ്ട്. കഥയുടെ കാമ്പറിഞ്ഞാലേ കഥാരസം ശരിയായി നുകരാൻ സാധിക്കൂ. അതുപോലെയാണ് മഹാഗുരുവിന്റെ ദർശന സൗരഭ്യവും. അതിൻ്റെ കാമ്പറിയുന്ന പഠനങ്ങൾ നടത്താൻ നമുക്ക് വേദികൾ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ ശരിയായ ആചരണത്തിലൂടെ ആർജിച്ചെടുക്കേണ്ട 3 ഗുണങ്ങളാണ് ഗുരുദർശനത്തിന്റെ ആണിക്കല്ലുകൾ. അരുൾ, അൻപ്, അനുകമ്പ എന്നിവയാണ് അവ. ഇവ സ്വായത്തമാക്കാൻ ശരിയായ വിദ്യാഭ്യാസം, ശരിയായ ശുചിത്വാചരണം, ശരിയായ ഭക്തി, കൂട്ടായ്മയോടെയുള്ള ശരിയായ ജീവകാരുണ്യ പ്രവർത്തനം, അഹിംസാത്മകമായ ആഹാരക്രമം, ശരിയായ തൊഴിൽ സംസ്കൃതി, ശരിയായ ശാസ്ത്രജ്ഞാനം എന്നിവകൾ ശീലിക്കാൻ ഗുരു പ്രേരിപ്പിച്ചു. ആചരിച്ചുകൊണ്ട് പഠിക്കുക എന്നതാണ് ഗുരു വിഭാവന ചെയ്ത രീതി. ഉപാസിച്ചുകൊണ്ടാണ് ആചരിക്കേണ്ടത്. സഗുണമായും പിന്നെ നിർഗുണമായും ഉപാസിക്കാൻ ശീലിക്കണം. സഗുണോപാസനയിൽ ശുദ്ധാചാരം മാത്രം നിലകൊള്ളുന്ന ഏക ദൈവ വിചാര കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങൾ ഗുരു സ്ഥാപിച്ചു. ക്ഷേത്ര സങ്കേതങ്ങളെ പാഠശാലയാക്കിക്കൊണ്ട് ഭക്തിയിലും ആചരണത്തിലും അധിഷ്ഠിതമായ വിദ്യാലയങ്ങളും സംഘടനാ സംവിധാനവും സ്ഥാപിച്ചു. അവയിലൂടെ ശീലിച്ചും പാലിച്ചും ഉറപ്പിച്ച ധർമ്മബോധവുമായി നിർഗുണോപാസനയിലേക്ക് കടക്കാൻ ദാർശനിക പിൻബലം നൽകുന്ന ഒന്നാന്തരം കൃതികൾ രചിച്ചു നൽകി. അരുളുള്ളവനാണ് ജീവി എന്ന മന്ത്രം ഉരുവിട്ടുറപ്പിച്ച് സ്വപ്രകൃതം അതിലാക്കി പരുവപ്പെടുത്തലിന് വിധേയനാകാൻ ഉപദേശിച്ചു. അതിനായി ജനങ്ങളെ സഹായിക്കാൻ സർവസംഘ പരിത്യാഗികളായ സന്യാസിമാരെ ചേർത്ത് സംഘമുണ്ടാക്കി. സന്യാസി മാഹാത്മ്യം എന്താണെന്നറിയാൻ നീർത്താർ പെരുമ എന്ന തിരുക്കുറൽ ഭാഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടാണ് ഗുരു സന്യാസി സംഘം രൂപീകരിച്ചത്.
സന്യാസി സംഘം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ആശ്രമം എന്ന കൃതിയും ഭഗവാൻ രചിച്ചു. അതായത് എല്ലാ പഴുതുകളും അടച്ചാണ് ഗുരു പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് സാരം. പക്ഷേ ആചരണം എന്ന അഭ്യാസം ആർക്കും താല്പര്യമില്ലാത്തതിനാൽ ഇവയൊക്കെ കടലാസ് രേഖകളായി അവശേഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ പ്രഭാവം ലോകത്തിന് അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നതും. അരുൾ, അൻപ്, അനുകമ്പ എന്നാൽ അറിവ്, സ്നേഹം, കാരുണ്യം എന്നാണ് ലളിതമായ അർത്ഥം. അറിവ് ശുദ്ധമായ അദ്വൈത വേദാന്തം തന്നെയാണ്. ഇവിടെ ഒരു സത്യമേയുള്ളൂ. ആ പരമബോധത്തിൽ ഉള്ളതായി അല്പകാലത്തേക്ക് കാണപ്പെടുന്ന ദൃശ്യജാലമാണ് പ്രപഞ്ചം. ഈ അറിവ് സ്വായത്തമാകുമ്പോൾ അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം എന്ന അറിവിലമർന്ന് സ്വയം അറിവായി വിലസുവാൻ സാധിക്കും. അവിടെയാണ് അരുളിൽ അധിഷ്ഠിതമായ അൻപ് അഥവാ സ്നേഹം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. തന്നെ തന്നെ മറ്റെല്ലാറ്റിലും കണ്ട് ആത്മസ്വരൂപമായി സ്നേഹിക്കുക. ഇങ്ങനെയല്ലാത്ത സ്നേഹം കപടമാണ്, പരസ്പരം കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതുമാണ്. ദിവ്യസ്നേഹത്തിൽ നിലകൊണ്ടാലേ കാരുണ്യം ചൊരിയുകയുള്ളൂ. ഇതാണ് ഗുരുദർശന പഠനത്തിൻ്റെ കാതൽ. എന്തിനാണ് ഒരുവൻ അരുൾ, അൻപ്, അനുകമ്പ എന്നിവ നേടേണ്ടത്? ശരിയായ ജീവിത സത്യം ഗ്രഹിക്കാനാണത്. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം മോക്ഷമാണെന്ന് അറിയണം. അണുവറിവിൻ മഹിമാവിൽ അംഗമില്ലാതണയും അഖണ്ഡവുമന്നു പൂർണ്ണമാകും അനുഭവിയാതറിവിയിൽ അഖണ്ഡമാം ചിത്ഘനമിത് മൗനഗനാവൃതാബ്ദിയാകും എന്ന് ആത്മോപദേശ ശതകം 97-ാം പദ്യത്തിൽ ഗുരു വിശദമാക്കിയതാണ് ഈ ലക്ഷ്യം. ഞാനെന്ന ജീവബോധം അതിൻ്റെ കാരണമായിരിക്കുന്ന അഖണ്ഡബോധത്തിൽ ലയിച്ച് ഏകീഭവിക്കും. ഈ സാക്ഷാത്കാര ദശ അനുഭവിച്ചേ അറിയാൻ സാധിക്കൂ. എന്താണ് ഈ അനുഭവം? അത് നിറഞ്ഞ മൗനസാഗരമാണ്. ഈ മൗനഘനാമൃതാബ്ദിയെയാണ് ഗുരുസാഗരം എന്ന് പറയുന്നത്. ജീവിതത്തെയും അതിൻ്റെ ലക്ഷ്യത്തെയും അണുവിട തെറ്റാതെ വിശദമാക്കി അത് പ്രാപ്യമാക്കുവാൻ പ്രായോഗിക മാർഗങ്ങൾ എല്ലാം സ്ഥാപിച്ചിട്ടാണ് ഗുരു ദേഹം മറച്ചത്. ഇക്കാര്യം ഗ്രഹിക്കാതെ നാം ഗുരുവിനെക്കുറിച്ച് പറയാനോ പഠിക്കാനോ തർക്കിക്കാനോ ശ്രമിക്കരുത്. വലിയ ഗുരുനിന്ദയായി മാറും അത്. ഗുരു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പൂർണ്ണ സമർപ്പണത്തോടെയുള്ള അനുസരണയാണ്. ഒരു കൃഷ്ണശില അതിൻ്റെ ശില്പിക്കു മുന്നിൽ ശില്പമായി പരുവപ്പെടുന്നതിന് സമർപ്പിതമായി കിടക്കുന്നത് പോലെ വേണം ഗുരുവിനെ ആശ്രയിക്കാൻ. നമ്മിൽ ജീവിത ലക്ഷ്യത്തിന് തടസ്സമായതൊക്കെയും കൊത്തിക്കളഞ്ഞ് വേണ്ടുന്നതൊക്കെ പരുവപ്പെടുത്തി പൂർണ്ണ ശില്പമാക്കുന്നതാണ് ആ മഹത്തായ പാഠ്യപദ്ധതി. അതിലേക്ക് ഒരു ചുവടെങ്കിലും ഈ ജന്മം നാം നടന്നേ തീരൂ. ഗുരുസാഗരം മാസിക ഈ ലക്കത്തിൽ ആ സുപ്രധാന ചുവടുവയ്പ് നടത്തുകയാണ്. അരുൾ, അൻപ്, അനുകമ്പ എന്നീ ഗുണങ്ങൾ നമ്മിൽ ഉണർത്താൻ. അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരി ഊട്ടിയുറപ്പിക്കാൻ ശ്രമം നടത്തുകയാണ് വൈവിധ്യപൂർണമായ വായനാ വിഭവങ്ങളിലൂടെ. സശ്രദ്ധം എല്ലാവരും വായിച്ച് ഗ്രഹിച്ചാലും. ഇതോടെ എഡിറ്റോറിയൽ പൂർണ്ണമാകുന്നു. ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാകാം. 600 രൂപയടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കും. 60 രൂപയടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കുന്നതാണ്. പണമടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 8078188858, ശേഷം 6282319294 എന്ന നമ്പറിൽ അഡ്രസ്സും അയക്കാം. മാസിക ഡിജിറ്റലായും വായിക്കാവുന്നതാണ്. www.gurusagaram.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മാസിക ലഭിക്കും. ഇനി ഇന്നത്തെ സച്ചിന്ത എന്താണെന്ന് നോക്കാം. രാഗവും ദ്വേഷവും വിട്ടാൽ സുഖം. എന്താണ് ഭഗവാനെ ഞങ്ങൾ മനുഷ്യർ ഇങ്ങനെ നിത്യദുഃഖത്തിൽ വീണ് ഉഴലുന്നത്? ഭഗവാന്റെ ഉത്തരം: ചിലതിനോടൊക്കെ ഇഷ്ടം, ചിലതിനോടൊക്കെ വെറുപ്പ്. അതാണ് മനുഷ്യന്റെ ദുഃഖത്തിന് അടിസ്ഥാന കാരണം. ഇഷ്ടമുള്ളതിനു വേണ്ടി എന്തും ചെയ്യും. ഇഷ്ടമുള്ളവയിൽ നിന്ന് നിരന്തരം ഉപദ്രവം നേരിടേണ്ടി വന്നാലും അവയോട് ഇഷ്ടം വിടില്ല. അവയ്ക്കു വേണ്ടി മറ്റെന്തിനേയും തള്ളിക്കളയാൻ മടിയില്ല. പ്രാണൻ പോലും വിടാൻ തയ്യാറാകും. ഇഷ്ടങ്ങൾ തലമുറകളിലൂടെ കൈമാറാനാണ് മനുഷ്യന് ഇഷ്ടം. ആരെങ്കിലും അതിന് വിപരീതമായി തലമുറയുടെ കണ്ണിയിൽ ജനിച്ചാൽ
അവനും വെറുക്കപ്പെട്ടവനാകും. ഇഷ്ടങ്ങൾ സാധിക്കാതെ വന്നാൽ ദുഃഖമായി. ഇഷ്ടങ്ങൾക്ക് എതിർ നിലപാടെടുക്കുന്നവരോട് വിരോധമായി, ശത്രുതയായി, കോപതാപങ്ങളായി, പകരം വീട്ടലായി ഒക്കെ ജീവിതം നശിക്കാൻ കാരണമാകും. വെറുപ്പുള്ളവയോടും ഇതേ നിലപാടാണ് മനുഷ്യന്. അവ നിങ്ങൾക്ക് എന്ത് നന്മ ചെയ്താലും അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് വീണ്ടും വീണ്ടും വെറുക്കും. വെറുക്കാൻ പുതിയ കാരണങ്ങൾ തിരഞ്ഞുകൊണ്ടേയിരിക്കും. വെറുത്താലും വെറുത്താലും തീരാതെ വെറുപ്പ് അവശേഷിക്കും. മറ്റെല്ലാം കൈമാറാൻ മറന്നാലും വെറുക്കുന്നവരെ വെറുക്കാനുള്ള വിദ്യ തലമുറയ്ക്ക് കൈമാറും. അങ്ങനെ അവരും പിതൃപ്രേരണയാൽ വെറുക്കാൻ പഠിക്കും. ഇഷ്ടം, വെറുപ്പ് ഇവയിൽ നിന്ന് മോചിക്കപ്പെട്ട മനുഷ്യർക്ക് മാത്രമേ ഭൂമിയിൽ ജനിച്ചിട്ട് ആനന്ദം കിട്ടിയിട്ടുള്ളൂ. ഈ കാണുന്ന സർവഭൂതവും അവന് സ്വന്തം ആത്മാവാണ്. സർവഭൂതത്തിലും അവൻ അവനെ തന്നെ കാണുന്നു. അവൻ എന്തിനെ വെറുക്കും? ആരെ ഇഷ്ടപ്പെടും? അവനു മാത്രമേ സ്നേഹം എന്തെന്ന് അറിയാനുള്ള ഭാഗ്യം സിദ്ധിക്കൂ. സ്നേഹം ഇഷ്ടത്തിൽ നിന്ന് വരുന്നതല്ല, വെറുപ്പിൽ ജനിക്കുന്നതുമല്ല. ഇഷ്ടവും വെറുപ്പും ഉപേക്ഷിക്കുന്ന നിമിഷം ആത്മാവിൽ ഒഴുകി നിറയുന്ന തേൻകടലാണ്. അവിടെ സ്വീകാര്യതയില്ല, ഉപേക്ഷിക്കലുമില്ല. നിന്നിൽ എന്നെ കാണുന്ന കണ്ണാടി നോട്ടം മാത്രം. ഭൂലോകം ഒരു കണ്ണാടിയാണ് മകനെ. നീ നോക്കുന്നതാണ് നീ കാണുന്നത്. എല്ലാം കാണുന്ന ഒരേ ഒരു കണ്ണാടിയേ ഉള്ളൂ, അതാണ് ദൈവം. അതിനെ കാണണമെങ്കിൽ നീ നിന്നിലേക്ക് തന്നെ നോക്കിയാൽ മതി. സച്ചിന്ത ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. പുതിയ വിഷയങ്ങളുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം. നമസ്തേ.